ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ഉയർത്തി OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് ലേബർ റൂം, തീവ്രപരിചരണ വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മുഴുവൻ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിന്നാണ് പ്രതിഷേധം. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ശമ്പള കുടിശ്ശിക ലഭ്യമാക്കുക, അനാവശ്യമായ താത്കാലിക സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക, മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയും തസ്തിക സൃഷ്ടിക്കുകയും ചെയ്യുക, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുവരെ നടത്തിയ അധ്യാപനം നിർത്തിവെച്ചുള്ള സമരമുറയിൽ നിന്ന് സർക്കാർ മുഖം തിരിച്ചതിനാലാണ് OP നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് കടക്കുന്നതെന്ന് KGM-CTA അറിയിച്ചു. ജൂലൈ മുതൽ സമരം ആരംഭിച്ചിട്ടും സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ലെന്ന് KGM-CTA ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജൂലൈ 1 തൊട്ട് ഞങ്ങൾ സമരത്തിലുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ പേഷ്യൻ്റ് കെയറിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് തന്നെ നമ്മൾ അക്കാഡമിക്സ് ആണ് ബോയ്ക്കോട്ട് ചെയ്തത്. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പം പേഷ്യൻ്റ് കെയർ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. OP ബഹിഷ്കരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ താരതമ്യേന കുറവായിരുന്നു. അവധി ദിവസമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OPയിൽ പതിവ് തിരക്കുണ്ടായില്ല. രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് KGM-CTAയുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.